എട്ടാം ശമ്പള കമ്മീഷനും ജീവനക്കാരുടെ യൂണിയനുകളും തമ്മിലുള്ള ആദ്യ ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയായതോടെ ശമ്പള ഘടനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ട ജീവനക്കാരുടെ സംഘടനകൾ രംഗത്ത്. നിലവിൽ 12,000 രൂപയായ മിനിമം അടിസ്ഥാന ശമ്പളം 69,000 രൂപയായി ഉയർത്തണമെന്നാണ് പ്രധാന ആവശ്യം. എട്ടാം ശമ്പള കമ്മീഷനും ജീവനക്കാരുടെ യൂണിയനുകളും തമ്മിലുള്ള ആദ്യ ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയായപ്പോൾ ശമ്പള ഘടനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാരുടെ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നിലവിൽ 18,000 രൂപയായ മിനിമം അടിസ്ഥാന ശമ്പളം 69,000 രൂപയായി ഉയർത്തണമെന്നതാണ് പ്രധാന ആവശ്യം. ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കുറഞ്ഞ ശമ്പളത്തിൽ 283% വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയപ്പോൾ മിനിമം ശമ്പളം ആറാം കമ്മീഷനിലെ 7,000 രൂപയിൽ നിന്ന് 18,000 രൂപയായിരുന്നു വർദ്ധിപ്പിച്ചിരുന്നത്. ശമ്പള വർധനവ് നിശ്ചയിക്കുന്നതിനുള്ള പ്രധാന ഘടകം ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. അത് 3.83 ഉയർത്തണമെന്നും നാഷണൽ കൗൺസിൽ പ്രതിനിധികളും ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ഇത് 2.57 ഫിറ്റ്മെന്റ് ഫാക്ടറിലെ വലിയ വർധനവ് അടിസ്ഥാന ശമ്പളത്തിൽ മാത്രമല്ല, പെൻഷനിലും അലവൻസുകളിലും വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും. ഇതിനു പുറമെ ഓരോ 10 വർഷത്തിലും ശമ്പള പരിഷ്കരണം നടത്തുന്ന നിലവിലെ രീതി മാറ്റി അത് 5 വർഷത്തിൽ ഒരിക്കലായി കുറയ്ക്കണമെന്ന നിർദ്ദേശം കൂടി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഏപ്രിൽ അവസാന വാരം ഡൽഹിയിൽ നടന്ന യോഗത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർ ചർച്ചകൾ നടത്താനായിരുന്നു കമ്മീഷൻ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി മെയ് 18, 19 തീയതികളിൽ ഹൈദരാബാദിലും ജൂൺ ആദ്യവാരം ശ്രീനഗറിലും തുടർന്ന് ലഡാക്കിലും കമ്മീഷൻ സിറ്റിംഗ് നടത്തും. ഏകദേശം 36 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ലക്ഷക്കണക്കിന് പെൻഷൻകാർക്കും ഗുണകരമാകുന്ന രീതിയിൽ ശമ്പളഘടന പുനഃക്രമീകരിക്കണമെന്നും പഴയ പെൻഷൻ സംവിധാനം തിരികെ കൊണ്ടുവരണമെന്നും സംഘടനകൾ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. വരും മാസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും ശമ്പള കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.